ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രാധാബി നായർ, ശ്രീ വി എൻ വാസവൻ എക്സ്-എം-എൽ-എ, അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യൂസ്, പ്രിൻസിപ്പൽ പ്രൊഫസർ കെ പി ഇന്ദിരാദേവി, ശ്രീമതി സുഷമ കുര്യൻ, ശ്രീ സെബാസ്റ്റ്യൻ ജോസഫ്, പി ടി എ പ്രസിഡന്റ് ശ്രീ കെ ജെ തോമസ്, പ്രൊഫസർ എം എസ് ജയമോഹൻ, കോളേജ് യൂണിയൻ ചെയർമാൻ ശ്രീ ശ്രീലാൽ, പ്രൊഫസർ ആർ ശശികുമാർ, മറ്റ് ബഹുമാന്യരെ, വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പാമ്പാടി അവിടെ ആരംഭിച്ചിരിക്കുന്ന ശ്രീനിവാസ രാമാനുജൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബേസിക് സയൻസസ് ആദ്യമായി നടത്തുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഈ നാഷണൽ കൊളോക്യം ഓൺ റിസർച്ച് ഇൻ എഞ്ചിനീയറിംഗ് സയൻസസ്. രാമാനുജൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആദ്യത്തെ സംരംഭമായിട്ട് ഇവിടെ നടക്കുകയാണ്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായിട്ട് ഞാൻ ആദ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. SRIBS ഇത് നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടി ഈ RITയിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അത് RITയിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ആകമാനം പ്രയോജനം ചെയ്യത്തക്ക വിധത്തിലുള്ള നിരവധി പരിപാടികളാണ് ലക്ഷ്യമാക്കുന്നത്. നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി കൗൺസിൽ, ആ കൗൺസിലിൻ്റെ കീഴിൽ വളരെ അഭിമാനകരമായ പല സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. കേരളത്തിന് അഭിമാനിക്കാവുന്ന സ്ഥാപനങ്ങൾ. പക്ഷെ ആ സ്ഥാപനങ്ങൾ നമ്മളത് മാത്രമാക്കി വെക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. രാജീവ് ഗാന്ധി ബയോടെക്നോളജി, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബയോടെക്നോളജി, അത് കേരളത്തിന് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പക്ഷേ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് കേന്ദ്രം ഏറ്റെടുക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടും. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ നിയന്ത്രണത്തിൽ നിന്നാൽ അതിൻ്റെ വളർച്ചയ്ക്ക് പരിമിതികളുണ്ട്. അതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് അതിൻ്റെ അധികാരങ്ങളൊക്കെ നഷ്ടപ്പെടുമെങ്കിലും നമുക്കാവശ്യം അത് ഇന്ത്യയിലെ തന്നെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരുന്ന ഒരു സ്ഥാപനമാകണം എന്ന് ആഗ്രഹിച്ചു. കേന്ദ്ര ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചു. അവരത് കൈക്കൊള്ളുക. ഇന്ന് അത് നമ്മുടെ രാജ്യത്ത് തന്നെ അഭിമാനിക്കാവുന്ന ഒരു സ്ഥാപനമായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെയാണ് സസ്, സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ്, നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന സ്ഥാപനം. പക്ഷേ നമ്മൾ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു, നിങ്ങളിത് ഏറ്റെടുക്കണം. ഞങ്ങളെ കൊണ്ട് വളർത്താവുന്ന അത്രയും വളർത്തി കഴിഞ്ഞു. ഇനിയും കേന്ദ്രത്തിൻ്റെ സ്ഥാപനമാക്കി മാറ്റണം. കേന്ദ്ര ഗവൺമെന്റ് അതും ഏറ്റെടുക്കാൻ ഉത്തരവായി കഴിഞ്ഞു. ഞാൻ ഇപ്രാവശ്യം ഡൽഹിയിൽ പോയപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ മന്ത്രി ശ്രീ ജയപാൽ റെഡ്ഡിയെ കണ്ടത് ഈ രണ്ട് സ്ഥാപനങ്ങൾ ഏറ്റെടുത്തതിൽ നന്ദി പറയാനും അതോടൊപ്പം ജവഹർലാൽ നെഹ്റു ബോട്ടാനിക്കൽ ഗാർഡൻ TBGRI ഇന്ന് ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ വിലപ്പെട്ടതാണ്. ഏതാണ്ട് 700ഓളം ഏക്കറാണ്. ഡോക്ടർ രാജശേഖരപിള്ളയാണ് അതിൻ്റെയും എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ. ഈ സ്ഥാപനങ്ങളുടെ എല്ലാം എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ അദ്ദേഹം.
ശ്രീ ദേവാ റെഡ്ഡിയോട് ഞാൻ ആവശ്യപ്പെട്ടത് അതുകൂടെ നിങ്ങൾ എടുക്കണം. 700 ഏക്കർ സ്ഥലം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ ഈ ബോട്ടാണിക്കൽ ഗാർഡൻ കാണാൻ വേണ്ടി ഈ രംഗത്ത് പ്രത്യേക താല്പര്യമുള്ള വിദ്യാർത്ഥികൾ അടക്കം വരുന്നുണ്ട്. ആരോഗ്യ പച്ച നമ്മുടെ അവിടെ കണ്ടെത്തിയിട്ടുള്ള ഒരു വളരെ ഔഷധ ഗുണമുള്ള സസ്യം അതടക്കം ആയിരക്കണക്കിന് സസ്യങ്ങളാണ് അവിടെ നമ്മൾ വേറെ ഒരിടത്തും ഇല്ലാത്തത് ഉൾപ്പെടെയുള്ളതാണ് അവിടെ സംരക്ഷിച്ചു വെച്ചിരിക്കുന്നത്. നമുക്ക് അത് നമ്മുടെ കയ്യിൽ ഇരിക്കണമെന്നതല്ല. ദേവാ റെഡ്ഡിയോട് ആവശ്യപ്പെട്ടു, ഇത് നിങ്ങളേറ്റെടുക്കണം. കാരണം ഇത് നമ്മുടെ കയ്യിൽ നമ്മുടെ അധികാര പരിധി നഷ്ടപ്പെടുന്നു എന്ന് വെച്ചുകൊണ്ട് നമ്മൾ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അത് നമുക്ക് നഷ്ടം, ലോകത്തിന് നഷ്ടം. അങ്ങനെ 3 അഭിമാനകരമായ സ്ഥാപനങ്ങളാണ്. ഒന്ന് അവർ ഏറ്റെടുത്തു കഴിഞ്ഞു, മറ്റൊന്ന് അവർ ഏറ്റെടുക്കാൻ തീരുമാനിച്ച് ഓർഡറായി, 3ാമത് ഏറ്റെടുക്കണം എന്ന് അവരോട് ശക്തമായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരു വശത്തൂടെ നമ്മുടെ സ്ഥാപനങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തി മുമ്പോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ തന്നെ പുതിയ പുതിയ മേഖലകൾ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രയോജനകരമായ മേഖലകൾ കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീനിവാസ രാമാനുജൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ന് ആരംഭിച്ചത്. സയൻസ് ആൻഡ് ടെക്നോളജി അനുദിനം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് വരുന്ന മാറ്റങ്ങൾ അത്ഭുതകരമായ മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങളുടെ പ്രയോജനം നമ്മുടെ പുതിയ തലമുറയ്ക്ക് കിട്ടണം. ഇന്ന് ലോകത്ത് എവിടെയും വരുന്ന കാര്യങ്ങൾ നമുക്കറിയാനും അത് ഉൾക്കൊള്ളാനുമുള്ള എത്രയോ വലിയ സംവിധാനങ്ങളാണുള്ളത്. അത് മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കതിൻ്റെ പ്രയോജനം ലഭ്യമാക്കണം. അതിനാണ് ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ SRIBS ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഇതിന് ഏറ്റവും വേഗത്തിൽ അതിന് സ്വന്തമായ കെട്ടിടമുണ്ടാക്കി അത് ഏറ്റവും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. അത് RIT-യുമായിട്ട് പൂർണ്ണമായി സഹകരിച്ച് യോജിച്ച് പ്രവർത്തിക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും അധികം ബെനിഫിറ്റ് കിട്ടുന്നത് ഇവിടുത്തെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ്, ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കാണ്. അതേസമയം അത് നമ്മുടെ കേരളത്തിനൊട്ടാകെ പ്രയോജനകരമായ ഒന്നാക്കി മാറ്റാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഞാൻ ദീർഘമായി മറ്റ് കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല. RIT എന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ 91-ലാണ് ആരംഭിക്കുന്നത്. നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ 6ാമത്തെയോ 7ാമത്തെയോ ഗവൺമെന്റ് കോളേജായിട്ടാണ് അത് പ്രവർത്തനം ആരംഭിച്ചത്. എങ്കിലും അത് ഇന്ന് പലതുകൊണ്ടും ഇന്ന് കേരളത്തിൽ 1ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. ഓരോരുത്തർക്കും അഭിമാനിക്കാൻ ഏറ്റവും ഗുണനിലവാരമുള്ള ഉന്നത നിലവാരമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളാണ് എന്ന് അഭിമാനിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഈ നാടിനാകെ അഭിമാനിക്കാൻ വക നൽകുന്ന ഒന്നാണ്. 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യയെ സ്വപ്നം കണ്ട ഭരണാധികാരിയായിരുന്നു ശ്രീ രാജീവ് ഗാന്ധി. അദ്ദേഹം അധികാരത്തിൽ 5 കൊല്ലമേ ഇരുന്നു, 5 കൊല്ലം. പക്ഷെ 5 കൊല്ലം കൊണ്ട് 50 കൊല്ലത്തെ ദീർഘവീക്ഷണത്തോടുകൂടി അദ്ദേഹത്തിന് പ്രവർത്തിക്കാനും ആ രംഗത്ത് അദ്ദേഹത്തിന് വ്യക്തമായ സംഭാവനകൾ ചെയ്യാനും സാധിച്ചു. ഇന്ന് മൊബൈൽ രംഗത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ, ടെലിവിഷൻ രംഗത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ എത്രയോ വലുതാണ്. നിങ്ങളുടെയൊക്കെ ചെറുപ്പം മുതൽ നിങ്ങൾ ടെലിവിഷൻ കണ്ടു വളർന്നവരാ ഞാൻ സംശയിക്കുന്നു. ഞാൻ ടെലിവിഷൻ കാണുന്നത് ഞാൻ MLA ആയി 2 കൊല്ലം കഴിഞ്ഞ് റഷ്യക്ക് പോകുന്ന അവസരത്തിൽ മോസ്കോയിൽ വെച്ചാണ് ഞാൻ ടെലിവിഷൻ കാണുന്നത്.
അന്ന് ഇന്ത്യയിൽ ഒരിടത്തും ടെലിവിഷൻ 72 നോക്കണം. ഇന്നത്തെ സ്ഥിതി എന്താ? എത്ര ചാനലുകൾ ഇന്ത്യയിലെ, എത്ര ചാനലുകൾ? ടെലിവിഷൻ ഇല്ലാത്ത ഏതെങ്കിലും മുക്കും മൂലയും ഇന്ത്യയിലുണ്ടോ? ടെലിഫോൺ. ഞാൻ ആദ്യം ഇവിടെ MLA ആയി മത്സരിക്കുമ്പോൾ ഇവിടെ നിന്ന് 8 കിലോമീറ്റർ എൻ്റെ സ്വന്തം വീട് പുതുപ്പള്ളി. അവിടുന്ന് ഈ പാമ്പാടിയിലേക്ക് ഒന്ന് വിളിക്കണമെങ്കിൽ ടെലിഫോൺ കോൾ ബുക്ക് ചെയ്ത് 2-3 മണിക്കൂർ കാത്തിരിക്കണം. 8 കിലോമീറ്റർ വേണം നടന്നു പോയേച്ചു വരാൻ ഈ കോള് കിട്ടുന്ന സമയം കൊണ്ട്. പക്ഷെ ഇന്നെന്താ സ്ഥിതി? 1 സെക്കൻഡ് കൊണ്ട് ലോകത്ത് എവിടെയും വിളിക്കാം, ആരെയും കോണ്ടാക്ട് ചെയ്യാം. ഇന്ന് മൊബൈൽ ഫോൺ ഇല്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? എല്ലാം വലിയ മാറ്റങ്ങൾ. അപ്പൊ ഈ മാറ്റങ്ങളെല്ലാം ദീർഘവീക്ഷണത്തോടുകൂടി ശ്രീ രാജീവ് ഗാന്ധി 5 കൊല്ലക്കാലം കൊണ്ട് നടപ്പിലാക്കിയ മാറ്റങ്ങളുടെ ഫലമാണ്. ആ രാജീവ് ഗാന്ധിയുടെ നാമധേയത്തിലുള്ള ഈ സ്ഥാപനം അത് നമുക്കെന്നും ഈ നാടിന്, ഈ രാജ്യത്തിന് അഭിമാനകരമായ സ്ഥാപനമായി നിൽക്കട്ടെ. അതിന് നമുക്കെല്ലാം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.